കാസർഗോഡ് കുമ്പളയിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. ആരിക്കാടി സ്വദേശി ഹരീഷാണ് മരിച്ചത്. ചികിത്സാ പിഴവുണ്ടായെന്ന് ആരോപിച്ച് കുമ്പള സഹകരണ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിക്കുകയാണ്. സമീർ സി മുഹമ്മദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ബന്ധുക്കളുടെ സംശയം, ആരോപണം? ഹാഷ്മി, ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. 11:20 കൂടെയാണ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് ഹരീഷിനെ കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ ഹരീഷ് മരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് കുടുംബവും നാട്ടുകാരും ഇപ്പോൾ പ്രതിഷേധവുമായി തീരുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സഹകരണ ആശുപത്രിക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭാഗമായിക്കൊണ്ട് ഇവിടെ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഡോക്ടർമാർ നേരെ ചൊവ്വേ നോക്കിയില്ല, കാര്യമായ രീതിയിൽ അത് പരിഗണിച്ചില്ല. അതാണ് ഇത്തരമൊരു സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് നമ്മൾ ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നത്. എന്ത് വിധത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത്? അതെ, ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:30 മണിക്കാണ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ അയാൾ നല്ല നോർമൽ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഏകദേശം അയാളെ ഒരു 10 മിനിറ്റ് അവർ ആദ്യം ചികിത്സിച്ച് യാതൊരു പ്രശ്നവുമില്ല, എല്ലാം നോർമലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ ഈ ഭാഗത്തേക്ക് ഒരു അടിയുണ്ടായിരുന്നു. ആ അടി അവർ ഡോക്ടർമാരല്ലോ സിസ്റ്റർമാരോ നോക്കിയിട്ടല്ല അറിഞ്ഞത്. സുഹൃത്താണ് കണ്ടത് അവിടുത്തെ ബ്ലഡ് വരുന്നുണ്ടെന്ന്. ആ സമയത്ത് ആ ബ്ലഡിനെ കണ്ടിട്ടാണ് അവരെ ഡോക്ടറുടെ ഒരു ഇഞ്ചുറി ഉണ്ടെന്ന്. അപ്പോഴാണ് അവരെ തുറന്നു നോക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു ഇഞ്ചുറി ആയിട്ട് കണ്ടിട്ടുണ്ടത്. ആ സമയത്ത് ഇവർ കൊണ്ടുപോയി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. സ്കാനിങ്ങിന് കൊണ്ടുവന്ന സമയത്തും അവനെ ഫുള്ള് ടെസ്റ്റ് ചെയ്തു, ഏതൊരു പ്രശ്നമില്ല, നോർമലാണ് എന്ന് പറഞ്ഞു. സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂറാണ് അവർ സമയം പറഞ്ഞത് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആ 3 മണിക്ക് സ്കാനിങ് കഴിഞ്ഞിട്ട് 3 മണിക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ റിപ്പോർട്ടിൽ നോർമലായിട്ട് കണ്ടിട്ടുള്ളത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ഇയാൾ ഇങ്ങനെ വീക്കായിക്കൊണ്ട് പോകുന്നുണ്ട്. അവർ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് HP ഫുള്ള് കുറവായിട്ടുണ്ട്, ഫുള്ള് ഡൗൺ ആയിട്ടുണ്ട്, എന്താണെന്നറിയില്ല എന്ന്. അവർ എന്നിട്ടും ഈ ഒന്നിച്ചിട്ടുണ്ട് അവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇവരെ വെന്റിലേറ്ററിൽ ഇവരെ കയറ്റിയിട്ട് ഇവർ മിണ്ടാതിരുന്നു. എന്നിട്ട് രണ്ടാമത് ആംബുലൻസിന് ഇവരെ പേഴ്സണലായിട്ട് വിളിച്ചു, ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് ഇവരെ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, കുറച്ച് സംസാരിക്കാനാണ് സംസാരിച്ചു, ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്താക്കി ആ സമയത്ത് ഇവിടെ കുറച്ച് വിഷു എന്ന സമയത്ത് പോലീസിനെ വിളിച്ചിട്ട് ഇവർ പോലീസിനെ എടുത്തി. എല്ലാവരും അടിച്ചേൽപ്പിക്കുക. എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് സംസാരിക്കാത്ത രീതിയിലാണ് അവർ പോകാൻ നോക്കി. രാത്രി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായത്. MD വന്നിട്ടില്ല. MBBS ഒരു ഡോക്ടറാണ്. ഇവിടെ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് കേസിന് ആദ്യമായിട്ട് നോക്കേണ്ട MD ആണ്. പക്ഷേ MD ഒന്നും ഉണ്ടായിരുന്നില്ല. കാലി ഡ്യൂട്ടി ഡോക്ടറാണ് അത് നോക്കിയത്. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഈ രാവിലെ ഇവർ ഞങ്ങൾക്കെല്ലാം അറിയുന്ന എന്താണ് നിങ്ങളെ തുടർ നടപടി? എന്താണ് തുടർ നടപടി എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഓർത്തോ ഡോക്ടർക്ക് ഇവർ ഫോട്ടോ അയച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തോ ഡോക്ടർ രാവിലെ ഞങ്ങൾ വന്നിട്ട് ഞാൻ അതിന് വേണ്ട സംവിധാനം ഉണ്ടാക്കാം, ഇപ്പോൾ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ആ ട്രീറ്റ്മെൻറ്റിൽ വന്ന് വീഴ്ച ആയിട്ടുണ്ടാവും അത് കാണാൻ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഹാഷ്മി, ഇതാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ബന്ധുക്കളുടെ തീരുമാനം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.